സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. 8:30 വരെയായിരിക്കും. ഹൃദയയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരികളാണ് ഹൃദയയുടെ വീട്ടിലെത്തി പൊട്ടിക്കരയുന്ന കാഴ്ചയുള്ളത്. ഹൃദയെന്നും നിതയെന്നും ഒക്കെ വിളിച്ച് എത്രയോ തവണ ഒഴിവുവേളകളിൽ ഒരുമിച്ച് കളിച്ച് നടന്ന കുട്ടികൾ ഒരുമിച്ച് ഇരുന്ന് പരീക്ഷ എഴുതിയതാണ് ഇന്നലെ. ഇന്ന് ഹിന്ദി പരീക്ഷ എഴുതാൻ ഒരുമിച്ച് തയ്യാറെടുക്കാൻ വേണ്ടി പോയതാണവർ. വീടിനെ കഷ്ടിച്ച് 300 മീറ്റർ അകലെ വെച്ച് ദിശ തെറ്റി പാഞ്ഞു വന്ന സിമൻറ്റ് ലോറി ദേഹത്തേക്ക് പാഞ്ഞു കയറി ജീവൻ നഷ്ടപ്പെട്ടു. ചങ്കുപൊട്ടി തങ്ങളുടെ ചങ്കായിരുന്ന മുതയെ വിളിക്കുന്ന, പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വിളിക്കുന്ന കൂട്ടുകാരികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരികളാണ്. ഇത് നിതയുടെ ഉമ്മ. സങ്കടക്കടലായി മാറിയ വീടുകളുടെ കാഴ്ചയാണ് ഓരോ വീട്ടിൽ നിന്നുമുള്ളത്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഓരോ വീടുകളും അടുത്തടുത്ത്, മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച്. സ്കൂളിലേക്കുള്ള യാത്രയിലും തിരിച്ചുള്ള യാത്രയിലും ഒപ്പം സഞ്ചരിച്ച കൂട്ടുകാരികളാണ്. ഒരുമിച്ച് പരീക്ഷ എഴുതാൻ പോയവർ, ഒരുമിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തവർ. ഇന്നലത്തെ ഇംഗ്ലീഷ് പരീക്ഷ അത്രമേൽ ലളിതമായിരുന്നു, എളുപ്പമായിരുന്നു എന്ന് പരസ്പരം പറഞ്ഞ് നാളെ ഹിന്ദി പരീക്ഷ കൂടി കഴിഞ്ഞ് വളരെ വേഗത്തിൽ വീട്ടിലേക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്തിറങ്ങിയ കൂട്ടുകാരികളാണ്. നേരത്തെ ഞാനിറങ്ങാം, നീ ഇറങ്ങില്ലേടി എന്ന് പറഞ്ഞു വന്ന കൂട്ടുകാരികളാണ്. ഇന്നലെ അജ്നാശ്വരൻ പറഞ്ഞത് കേട്ട് നമ്മുടെയൊക്കെ ചങ്കുലഞ്ഞുപോയി. ഓരോ കാര്യങ്ങളും ഇവർ 4-5 പേർ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുക. ഒരുമിച്ച് നടന്നു പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും അവർക്ക് പറയാൻ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ ഇവർ പലപ്പോഴും ഒരുമിച്ച് ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഒത്തുകൂടുമായിരുന്നു. അപ്പോഴും ഒരുമിച്ചായിരുന്നു. അവധി ദിവസമാവട്ടെ പ്രവൃത്തി ദിവസമാവട്ടെ ഈ കുഞ്ഞുങ്ങൾ 4 പേരും ഒരുമിച്ചൊരു സൗഹൃദ ചരടിലെ മുത്തുമണികൾ പോലെയായിരുന്നു. ചെറുള്ളി ഗ്രാമത്തിന് താങ്ങാനാവുന്നതിലും വലിയ ആഘാതമാണ് ഈ 4 കുഞ്ഞുങ്ങളുടെ മരണം സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ദിശ തെറ്റിയെത്തിയ ഒരു ലോറിയിൽ ഇടിച്ച് സിമൻറ്റ് ലോറി ഇവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ ഒരു നാട് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു.